പ്രിയ സുഹൃത്തുക്കളെ, എന്നോടൊന്ന് ക്ഷമിക്കണം. കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ പറയാതിരുന്നാൽ ക്രിസ്ത്യാനിയെ ഞാൻ വെറും ആയി പോകും. അപ്പം അതിന്റെ പേരിൽ എന്നോട് ക്ഷമിക്കുക. ചില വാക്കുകൾ ക്രിസ്ത്യാനിക്ക് ചേർന്നതല്ല ഞാനിവിടെ പറയാൻ പോകുന്നത്, മുൻകൂട്ടി തന്നെ പറയാം. ഈ ഫോട്ടോയിൽ കാണുന്ന ഉണ്ടായവൻ എന്നേ പറയാൻ പറ്റുകയുള്ളൂ. ശരിയായ ക്രിസ്ത്യാനി തന്തയ്ക്ക് പിറന്നവനാണെങ്കിൽ ഇത്തരത്തിൽ സഭയെ കുത്തിനോവിക്കാനും കുത്തിത്തിരിപ്പുണ്ടാക്കുവാനും ഇവൻ വരികയില്ല. ഇവൻ സഭയ്ക്ക് വേണ്ടിയല്ല പ്രവർത്തിക്കുന്നത്. ഇവന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് അനുസൃതമായി സ്വന്തമായി സഭയെ നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്ന വെറും യൂദാസിൽപ്പെട്ട പരമ യൂദാസാണ്. യൂദാസ് കർത്താവിനെ മാത്രമേ ഒറ്റിക്കൊടുത്തുള്ളൂ. പക്ഷേ ഇവൻ സഭയിലുള്ള വിശ്വാസികളെയും സഭാ മേലധ്യക്ഷന്മാരെയും ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്ന അച്ഛന്മാരെ എന്നല്ല, നല്ലവരായ ജനങ്ങളെയും തമ്മിൽ തല്ലിക്കാൻ വേണ്ടി ഏതോ കാട്ടുണ്ടായവനാണ്. ഇപ്പോൾ ഇവൻ പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ മകൻ കുർബാന സ്വീകരിച്ചു. ഇവൻ തന്നെ അതിൽ പറയുന്നു, ഓർത്തഡോക്സ് സഭയിൽപ്പെട്ട എല്ലാവരും ദിവ്യകാരുണ്യ സ്വീകരണത്തിന് വേണ്ട എല്ലാ പരിപാവനമായ കാര്യങ്ങളും ഉള്ള ആളുകളാണ്. അവർ കുർബാന ഈ സീറോ മലബാറിലോ മറ്റോ വന്ന് സ്വീകരിക്കണമെങ്കിൽ ഒന്നുകിൽ മരിക്കുന്ന അത്യാസന്ന നിലയിൽ പെട്ടെന്നുണ്ടാകുന്ന സമയത്തോ അല്ലെങ്കിൽ അതിന് ഉചിതമായ നിലയിലുള്ള സമയത്തോ എന്നാണ് പറയുന്നത്. അപ്പോൾ കുർബാന സ്വീകരിക്കുന്നതിൽ തെറ്റില്ല. പിന്നെ എന്തിനാണ് ഈ ഉണ്ടായവൻ കുത്തിത്തിരിപ്പ് സഭയിൽ ഉണ്ടാക്കാനും ജനങ്ങളുടെ ഇടയിൽ ഒരു ക്രിസ്ത്യൻ സഭയെ അവഹേളിക്കാനും വേണ്ടി ഈ കുർബാന സ്വീകരണത്തിനെതിരെ ഇവൻ സംസാരിച്ചത്? കുർബാന സ്വീകരിച്ച ആൾക്ക് വിവരവും ബോധവും ഇല്ലെങ്കിലും കുർബാനയ്ക്ക് കൊടുത്ത വൈദികന് വിവരവും ബോധവും ഇല്ലേ എന്നാണ് ഈ സംസാരിക്കുന്നത്. അപ്പോൾ അത് ജനങ്ങൾ തിരിച്ചറിയുക. ഇവൻ പാമ്പ്ലാനി പിതാവിന്റെ വസ്ത്രം കഴുകി കൊടുത്ത് അടുക്കള പണിയെടുത്ത് അവിടുത്തെ സ്ഥാനം കയ്യേറി പാമ്പ്ലാനി പിതാവിനെയും സീറോ മലബാർ സഭയിലെ എല്ലാ മെത്രാന്മാരെയും അച്ഛന്മാരെയും വിശ്വാസികളെയും നാറ്റിക്കാൻ ഉണ്ടായവൻ തന്നെ എന്നാണ് പറയുന്നത്. ക്ഷമിക്കണം, ഞാൻ ഈ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക.